നമസ്കാരം. 2025 ജനുവരി 11 ശനിയാഴ്ച നടന്ന 10th പ്രിലിംസ് രണ്ടാം ഘട്ടത്തിലെ ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഈ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് നോക്കുന്നത്. ഞാനും ഈ ഒരു എക്സാം എഴുതിയിരുന്നു. അപ്പോൾ എനിക്ക് 92 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിൽ 87 എണ്ണം ശരി, 5 എണ്ണം തെറ്റും, ഏകദേശം ഒരു 85 മാർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഈ PSCന്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു ഈ ഒരു കണക്റ്റഡ് ഫാക്ട്സ് വീഡിയോസ് എല്ലാ എക്സാമിന്റെയും കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതുന്ന എക്സാം ആണെങ്കിലും എനിക്കില്ലാത്ത എക്സാം ആണെങ്കിലും ഞാനത് പരീക്ഷ ഒന്ന് വീട്ടിൽ നിന്ന് എഴുതി വെക്കും. അതിനുശേഷം അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് വീഡിയോസ് കാണും, നോട്ട്സ് ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടത് ഓരോ പേജിൽ എഴുതി വെക്കും. അപ്പൊ നിങ്ങളിത് ഉപകാരപ്പെടുമെന്ന് അറിയില്ല, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 4 ഇതാണ് ഉത്തരം. ഈ രണ്ട് ഓപ്ഷൻസും ശരിയാണ്. അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി, ശരി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു, അതും ശരി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്, അത് തെറ്റാണ്. വയനാട്ടിലാണ് ഇത് നടന്നത്. രാജ്മഹൽ കുന്ന് എവിടെയാണ്? ജാർഖണ്ഡ് ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, അതും തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. ഇനി ഈ ഒരു കലാപത്തിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? കുറിച്യർ, കുറുമ്പർ. ഇതിലെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. ഈ കലാപത്തിൽ തൂക്കിലേറ്റപ്പെട്ട ആദിവാസി നേതാവ് വെൻകലോൺ കേളു. ഇതിലെ പ്രധാന നേതാക്കൾ രാമനമ്പി, ആയിരം വീട്ടിൽ കൊന്തപ്പൻ, വെൻകലോൺ കേളു, പ്ലാക്കച്ചന്തു. 12 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന. ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങൾ അതിജീവിച്ചവരുടെ പ്രസ്ഥാനമാണ് ഈ നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. ഈ ഒരു സംഘടനയ്ക്കാണ് ഇത്തവണ നോബൽ സമ്മാനം ലഭിച്ചത്. ഇതിന്റെ മറ്റൊരു പേരാണ് ഹിബാകുഷ. ഈ പ്രസ്ഥാനം ആരംഭിച്ചത് 1956 പ്രസ്ഥാനത്തിന്റെ ലോഗോ സമാധാനത്തിന്റെ പ്രതീകമായ കടലാസ് കുറ്റിയാണ്. ഇതുവരെ നോബലിന്റെ ചരിത്രത്തിൽ 28 തവണ സംഘടനകൾ സമാധാന നോബൽ വാങ്ങിയിട്ടുണ്ട്. ഇത് 28ാമത്തെ തവണയാണ് വാങ്ങുന്നത്. 2024 നോബൽ സമ്മാനത്തിന് 11 വ്യക്തികളും ഒരു സംഘടനയും അർഹരായി. ഇത്തവണത്തെ 2024 നോബൽ സാഹിത്യ അവാർഡ് നേടിയത് ഹാൻ കാങ് ആണ്, സൗത്ത് കൊറിയ രാജ്യക്കാരിയാണ്. സമാധാന നോബൽ നേടിയ 18ാമത്തെ വനിതയാണ് ഹാൻ കാങ്. അതുപോലെ ഫസ്റ്റ് ഏഷ്യൻ വനിതയുമാണ്. അതുപോലെ ഫസ്റ്റ് ദക്ഷിണ കൊറിയൻ വ്യക്തി, സമാധാന നോബൽ നേടിയ ഫസ്റ്റ് ദക്ഷിണ കൊറിയൻ വ്യക്തി കൂടിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. ഈ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീല പൊന്മാൻ. ആ നീലപ്പൊന്മാൻ നൽകിയ പേര് നീലു എന്നാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ്. വേമ്പനാട് കായൽ ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. എങ്കിലും ഓപ്ഷനിൽ വേമ്പനാട് കായലും പുന്നമടക്കായലും തന്നാൽ നമ്മൾ പുന്നമടക്കായൽ വേണം ഉത്തരമായിട്ട് എഴുതാൻ. PSC കൊടുത്തിരിക്കുന്ന ഉത്തരം അതാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വിജയിച്ച ബോട്ട് ക്ലബിന്റെ പേര് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആണ്. ഈ ഒരു ബോട്ട് ക്ലബിന്റെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ അണ്ടറിൽ വരുന്ന ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം 1952. നെഹ്റു ട്രോഫി അറിയപ്പെടുന്ന മറ്റു പേരുകൾ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും നടക്കുന്നത്
ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച. 14. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് ജാതിക്കുമ്മി. അതുകൊണ്ട് അതാണ് ശരി. ഇനി ഓപ്ഷൻ എ, പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ് ശരിക്കും. അതുപോലെ അഖിലത്തിരുട്ട് എഴുതിയത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ദർശനമാല ശ്രീനാരായണ ഗുരുവാണ് എഴുതിയത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ PSC ഇടക്കിടയ്ക്ക് ചോദിക്കുന്ന കൃതികളാണ് ദർശനമാല, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദൈവദശകം, ആത്മോപദേശ ശതകം. ചട്ടമ്പിസ്വാമികളുടെ പ്രിയപ്പെട്ട PSCക്ക് പ്രിയപ്പെട്ട കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, നിജാനന്ദ വിലാസം. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് അഖിലത്തിരുട്ട്, അരുൾ നൂൽ. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികളാണ് ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, കാട്ടിലെ ചേട്ടൻ, ധ്രുവചരിതം. അതുപോലെ കറുപ്പൻ എഴുതിയ കവിതയാണ് സ്തോത്ര മന്ദാരം. കറുപ്പന്റെ നാടകങ്ങളാണ് എഡ്വേർഡ് വിജയം, കൂടാതെ ബാലകലേശം. 15. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. ഓപ്ഷൻ എ, ഇന്ത്യയാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദി ഡൽഹിയിലാണ്, ഇന്ത്യയിലെ ഡൽഹിയിലാണ് നടക്കുന്നത്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ സൽമാൻ ഖാനാണ്. അതുപോലെ ഈ ലോകകപ്പിന്റെ ചിഹ്നം അല്ലെങ്കിൽ മസ്കോട്ട് എന്ന് പറയുന്നത് 2 ചിങ്കാരമാനുകളാണ്. ഗസേൽ എന്ന് പറയും. 2 ചിങ്കാരമാനുകളാണ്. ഈ മാനുകൾക്ക് നൽകിയ പേരുകളാണ് തേജസ്സും അതുപോലെ താരയും. ഖോ-ഖോ കളിയിലെ കളിക്കാരുടെ എണ്ണം 9 ആണ്. ഒരു ടീമിൽ 9 പേരുണ്ടാവും. കൂടാതെ നമുക്ക് ഈ വർഷം 2025 ഇന്ത്യ വേദിയായി വരുന്ന കായിക മത്സരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. 2025 വനിതാ കബഡി ലോകകപ്പ് ഇന്ത്യ. 2025 IC വനിതാ ഏകദിന ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇന്ത്യയാണ്. 2025 ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പ് എവിടെ നടക്കുന്നത്? ഇന്ത്യ. 2025 പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പോ? അതും ഇന്ത്യയിൽ തന്നെ. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് വേദി. 16. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. സാമൂഹിക സാമ്പത്തിക പരിധിയില്ലാതെ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നുണ്ട്. അതുപോലെ ആയുഷ്മാൻ ഭാരത് വന്ന വർഷം 2018 ആണ്. ആയുഷ്മാൻ പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? VK പോൾ. പിന്നെ വയോജനങ്ങൾക്ക് നൽകുന്ന കാർഡ് ഉണ്ട്. ആ കാർഡ്, ഈ ഇൻഷുറൻസ് കാർഡിന്റെ പേരാണ് വയോവന്ദന കാർഡ്. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന മറ്റു ചില പദ്ധതികൾ നമുക്ക് നോക്കാം. മുന്നോട്ട് വെച്ച മറ്റു ചില പദ്ധതികൾ നമുക്ക് നോക്കാം. വിഷ്ടി പദ്ധതി കണ്ടൽക്കാടിന്റെ സംരക്ഷണത്തിനായി. NPS വാത്സല്യ കുട്ടികളുടെ സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കാനായി. നമോ ഡ്രോൺ ദീദി വനിതാ സ്വയം സഹായ സംഘത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ പരിശീലനം. PM കൗശൽ വികാസ് യോജന, അതായത് യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ച തീയതി 2014 ഒക്ടോബർ 2 ആണ്. അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം 2015 സെപ്റ്റംബർ 25 ആണ്. ഈ 2 തീയതികളും ഇമ്പോർട്ടന്റ് ആണ്. 17. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ സി, 2010. ഈ ട്രിബ്യൂണൽ, ദേശീയ ഹരിത ട്രിബ്യൂണൽ വരാൻ കാരണമായ നിയമം ഏതാണ്? 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്. ഇനി PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സ്ഥാപനങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അത് നിലവിൽ വന്ന വർഷങ്ങളും നമുക്ക് നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക് RRB വന്നത് 1975 കിഫ്ബി വന്നത് 1999 ആണ്. അതിന്റെ ഫുൾ ഫോം നമ്മൾ പഠിക്കണം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇൻഫ്ര 1993. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ
KAS 2018 ജനുവരി 1. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. WTO 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. യുജിസിന്റെ ഫുൾ ഫോം എന്താ? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അത് വന്നത് 1953 നബാർഡ് വന്ന തീയതി അടക്കം നമ്മൾ പഠിക്കണം. 1982 ജൂലൈ 12 നിലവിൽ വന്നത്. GST നമുക്കറിയാം, പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSCന്റെ 2017 ജൂലൈ 1 വന്നത്. നീതി ആയോഗും അതുപോലെ PSCന്റെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. CVC അതിന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നിലവിൽ വന്നത് 1964. 18 ലഞ്ച് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ കേരളം. കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് എന്ത്? ലഞ്ച് ബെൽ. കുടുംബശ്രീ നിലവിൽ വന്ന വർഷം 1998 മെയ് 17 ഡേറ്റ്. മെയ് 17 ഇപ്പം എന്തായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ കുടുംബശ്രീയുടെ ചെയർമാൻ ആരാണ്? മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, എക്സൈസ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കുടുംബശ്രീന്റെ മറ്റ് ചില പദ്ധതികൾ നമുക്ക് നോക്കാം. ലിഫ്റ്റ്, ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണത്. അതിന്റെ ഫുൾ ഫോം നമ്മൾ പഠിക്കണം. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. സ്നേഹിത, അതിജീവിതകൾക്ക് 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. അത് കുടുംബശ്രീയാണ് നടത്തുന്നത്. അതുപോലെ ഉജ്ജീവനം, അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് കുടുംബശ്രീ നൽകുന്ന സഹായം. ആ ഒരു പദ്ധതിയാണ് ഉജ്ജീവനം. ടിക്, ഗോത്ര വിഭാഗത്തിലെ യുവജനങ്ങൾക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ടിക്. ഇതിന്റെ കൂടെ നമുക്ക് ലൈഫ് എന്ന പദ്ധതിയുടെ ഫുൾ ഫോം കൂടി നമുക്ക് നോക്കാം. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി 2 ഫ്യൂഡൽ നികുതി നൽകുക. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നികുതി നൽകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. അതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം, നിസ്സഹകരണ സമരം. അത് നടന്നത് 1920 തുടങ്ങിയത്. അതുപോലെ നിസ്സഹകരണ സമരം തുടങ്ങിയ സമയത്തുള്ള വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് ആണ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത് എന്താണ്? ചൗരി ചൗര സംഭവമാണ്. അത് നടന്നത് ഉത്തർപ്രദേശിലാണ്, UP. വർഷം 1922. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ. അതിന്റെ അധ്യക്ഷൻ C വിജയരാഘവാചാര്യരായിരുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ 20. താഴെ പറയുന്നതിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ചരിയാണ്. ഓപ്ഷൻ എ ആരാണ് രചിച്ചത്? അരുൾനൂൽ വൈകുണ്ഠ സ്വാമികളാണ്. ഓപ്ഷൻ ബിയോ ആദിഭാഷ. അതേമാതിരി ഓപ്ഷൻ സി വേദാധികാര നിരൂപണം. അത് രണ്ടും രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആണ് കേട്ടോ. അതുപോലെ ദൈവദശകം, അതുപോലെ നവമഞ്ചരിന്റെ പ്രത്യേകത എന്താണ്? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി. ആത്മോപദേശ ശതകം, ദർശനമാല, കാളി നാടകം, അദ്വൈത ദീപിക, ജാതി മീമാംസ. അതുപോലെ ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൾ. അപ്പൊ നമ്മൾ 20 ക്വസ്റ്റ്യൻസും, അതായത് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കി. അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫാക്ട്സിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ ഫാക്ട്സ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർക്കും അത് ഉപകാരപ്പെടും. അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.